നമുക്കിന്നൊരു മീൻ കറി തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 വറ്റൽമുളകാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിലേക്ക് നമുക്കിതിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും മതിയാകും. ചട്ടി ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവാളയാണ്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തോട്ടുപുളി ചേർത്ത് കൊടുക്കാം. ഇനി കറിയെല്ലാം നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അയല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീനെല്ലാം കറിയിലേക്ക് നന്നായി ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം കൂടി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മീൻ കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. താങ്ക്